ഒരു അണു അളവ് സംശയം ഉണ്ടാകാൻ പാടില്ല. ഒരൊറ്റ വിഷയത്തിലും എല്ലാത്തിലും 100% ഈമാൻ വേണം. അള്ളാഹു നമുക്ക് ഈമാൻ യഖീനാക്കി തരട്ടെ. ഉറച്ച വിശ്വാസം വേണം. അതിനാണ് കാര്യമുള്ളത്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്, ഫമയ്യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മയ്യംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. മുഖം കുത്തി നടക്കുന്നവനാണോ ലക്ഷ്യത്തിലെത്തുന്നവൻ? മുസ്തഖീമായ മാർഗത്തിലൂടെ നടക്കുന്നവനോ? ഉത്തരം പറയേണ്ടതില്ലല്ലോ. ശരിയായ റൂട്ടിലൂടെ നേരെ ചൊവ്വേ നടക്കാനും യാത്ര ചെയ്യാനും കഴിയുന്നവനാണ് ലക്ഷ്യത്തിലെത്തുന്നവൻ. ശരിയായ വിശ്വാസത്തിലൂടെ ജീവിക്കുന്നവനെ ലക്ഷ്യത്തിലെത്തൂ. അള്ളാഹുവിന്റെ തൃപ്തി അവനെ ലഭിക്കൂ. അള്ളാഹുവിന്റെ പൊരുത്തം അവനെ കിട്ടൂ. ദുർമാർഗത്തിലൂടെ, അന്ധവിശ്വാസത്തിലൂടെ, അതുപോലെ തന്നെ ദീന് പഠിപ്പിക്കാത്ത രൂപത്തിലും ഭാവത്തിലും ജീവിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് പോയവനോ അവൻ മുഖം കുത്തി നടക്കുന്നവനെ പോലെ ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ല. അതവന് ബോധ്യപ്പെടുന്നൊരു ഘട്ടം മരണസമയത്തും മരണാനന്തര ജീവിതത്തിലുമാണ്. ഇനിയോ മടങ്ങാൻ കഴിയില്ല. മരിക്കുന്ന നേരത്ത് ബോധ്യപ്പെട്ടിട്ട് കാര്യമല്ല. മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിലെത്തിയിട്ട് ബോധ്യപ്പെട്ടിരുന്നു. കാര്യമുണ്ടോ? മരണം തൊണ്ടക്കുഴിയിലെത്തിയപ്പോഴല്ലേ ഫിർഔന് വിളിച്ചു പറഞ്ഞത് മൂസാ നബിയോട്? കുറച്ചൊന്നല്ല പറച്ചില് പറഞ്ഞത്. മൂസാ നബിയെ, ആമന്തു ബി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീല വഅന മിനൽ മുസ്ലിമീൻ. ബനൂ ഇസ്രായീൽ ഏത് ഇലാഹിനെ കൊണ്ടാണോ വിശ്വസിച്ചത് അതേ ഇലാഹിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിംകളിൽപ്പെട്ട ഒരാളാണ്. മൂസാ നബി ചോദിച്ചു, ആൽ ആന, ഇപ്പോഴാ നേരായത്? ഇപ്പൊ റൂഹ് തൊണ്ടക്കുയിലെത്തിയപ്പോഴാണോ നേരമായത്? വഖദ് അസൈത മിൻ ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. നേരത്തെ നെറികെട്ടവനായി ജീവിച്ചിട്ട്, അക്രമിയായി ജീവിച്ചിട്ട്, ഞാൻ എത്ര വേദാന്തങ്ങൾ ഓതി തന്നിട്ടും അനുസരണക്കേരോടല്ലേ നീ ജീവിച്ചത്? ദൃഷ്ടാന്തങ്ങൾ ഇഷ്ടം പോലെ കാണിച്ചെന്നില്ലേ നിന്റെ മുന്നില്? കൺമുന്നിൽ കാണിച്ചെന്നില്ലേ? നിന്റെ ഏറ്റവും ബുദ്ധിമാന്മാരായിരുന്ന സാഹിര്യങ്ങൾ ഞാനൊരു വടിയിട്ടിട്ട് അവര് മുന്നോട്ട് വെച്ചിരുന്ന സർവ്വ സിഹറിന്റെ വടികളും എന്റെ വടി പാമ്പായി വന്നിട്ട് വിഴുങ്ങിയിട്ട് അവരൊക്കെ ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചിട്ട് നീ അവരെ ആക്രമിക്കല്ലേ ചെയ്തത്? അവരാ വിശ്വാസം ഉൾക്കൊള്ളാൻ നീ തയ്യാറായോ? ബുദ്ധിമാന്മാരല്ലേ നിന്റെ സമൂഹത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ആ സാഹിര്യങ്ങള്? അവരല്ലേ വിശ്വസിച്ചത്? 4000-ലധികം വരുന്ന ആളുകള് ഒറ്റയടിക്ക് വിശ്വസിച്ചില്ലേ? നിനക്കതിന് കഴിഞ്ഞോ? ഇപ്പൊ റൂഹ് തൊണ്ടക്കുയിലെത്തിയ നേരത്ത് നീ ഇങ്ങനെ വിളിച്ച് പാടുകയാണല്ലേ. ഇനി വേറെ മാർഗമൊന്നുമില്ലാന്ന് കണ്ടപ്പോ സ്വീകരിക്കൂല. സ്വീകരിക്കണമെങ്കിൽ ഇത്രയും തോനെ പറഞ്ഞില്ലേ? നിങ്ങൾ നോക്ക്, റൂഹ് തൊണ്ടക്കുയിലെത്തിയിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങേയറ്റത്തിന് നേരത്തെ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രല്ല, ശരിക്കും ആർക്കും തിരണ രൂപത്തിലല്ലേ പറഞ്ഞത്? മൂസാ നബിയെ, ബനൂ ഇസ്രായീൽ ഏത് ഇലാഹിനെ കൊണ്ടാണോ വിശ്വസിച്ചത് അതേ ഇലാഹിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചുട്ടോ. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളാണ് ട്ടോ. സ്വീകരിച്ചോ? സ്വീകരിച്ചോ സഹോദരങ്ങളെ? ബോധ്യപ്പെടുന്നൊരു നേരാണത്. ഇവിടെ വിശ്വാസം തെറ്റിയവർക്കൊക്കെ ബോധ്യപ്പെടുന്നൊരു നേരാണ്. പക്ഷെ ആ നേരത്ത് ബോധ്യപ്പെട്ടൊരു കാര്യമില്ല. ഒരു കാര്യമില്ല. ബോധ്യപ്പെട്ടിട്ട് ജീവിതത്തിൽ ബോധ്യപ്പെടണം. ജീവിതത്തിൽ അത് സ്വീകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്തെങ്കിലും വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ നിങ്ങൾക്ക് സന്ദേഹം വന്നാൽ ഉസ്താദുമാരോട് ചോദിക്കണം. ശരിയായ മറുപടി കിട്ടിയിട്ട് മനസ്സിൽ നിന്ന് തിരുത്തണം. ആശങ്കയായിട്ട് മനസ്സിൽ കൊണ്ടുവച്ച് നടന്നാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും വിദേഹത്തുകാരന്റെ ഒരു ക്ലിപ്പ് കേൾക്കും, ആശങ്ക പിന്നെയും കൂടും. പിന്നെ വേറെ ആരെ ക്ലിപ്പ് കേൾക്കും, പിന്നെയും ആശങ്ക കൂടും. പിന്നെ ഏതെങ്കിലും ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും മൗലവിമാർ പ്രസംഗിക്കുന്നുണ്ടാകും, പിന്നെ സംശയം ഒന്നുകൂടി കൽബിൽ ഉറക്കും. ശരിയാട്ടോ, ഈ സംശയത്തിനാണ് ഇപ്പൊ അയാൾ ആയത്തും ഹദീസൊക്കെ ഓതിയത്. ശരിയാണ്. ആയത്തിന്റെ ഹദീസിന്റെ അപ്പുറപ്പുറം അറിയാത്ത നമ്മളാ പറഞ്ഞ ആയത്തും ഹദീസും ശരിയാണ്. എന്താണ് അയാൾ ഓതിയതെന്നും എന്തിനാണ് ഓതിയതെന്നും നേർക്കുനേരെ അപ്പുറപ്പുറം അറിയാത്ത നമ്മളെ മനസ്സിൽ ശൈത്താൻ അത് കുറ്റിയായി അടിച്ചു ഉറപ്പിച്ചു. അതിന്റെ മുമ്പ് ഈ സംശയം ദൂരീകരിക്കണം, മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. ബിദ്അത്ത് എന്ന് പറഞ്ഞ ചെറിയ രോഗമല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കടന്നുകൂടിയേക്കരുത്. സത്യമാണെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. ബിദ്അത്തുകാരൻ രക്ഷപ്പെടും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓന്റെ വിശ്വാസം മാറ്റിയാലല്ലാതെ ഓൻ രക്ഷപ്പെടൂല. ഓന്റെ ആ ബിദ്അത്തിന്റെ ലാഞ്ചന കൽബിൽ നിന്ന് പിഴുതെറിഞ്ഞാലല്ലാതെ രക്ഷപ്പെടൂല.
അവനോട് സ്നേഹിച്ചുകൊണ്ട് അവനും നല്ലവനാണെന്ന് കരുതി നടക്കണ്ട. ഏറ്റവും ദുഷിച്ച വിശ്വാസമാണ് അവൻ പേറിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടരും ഒരുപോലെയല്ല. എല്ലാ തൊപ്പിട്ട് നടക്കുന്ന ആൾക്കാരും എല്ലാ നിസ്കരിക്കുന്ന ആൾക്കാരും ഒക്കെ ഒരേ സബീലിലാണോ? സിറാത്തും മുസ്തഖിമിലൂടെ നടക്കുന്ന ജീവിക്കുന്ന ആൾക്കാർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആ കൂട്ടരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അള്ളാഹു നമ്മോട് ബോധ്യപ്പെടുത്തുന്നു, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. സത്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്മാരെ നിങ്ങൾക്ക് തന്നെ അല്ലാഹു തആല നിങ്ങളെ സ്വന്തം ശരീരത്തിൽ കഴിവ് തന്നു. 3 കഴിവ് അല്ലാഹു നിങ്ങൾക്ക് വെച്ച് തന്നു. പറയൂ നബിയേ, ഹുവല്ലദീ അൻശഅകും, അവനാണ് നിങ്ങളെ സംവിധാനിച്ചത്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സ്വയംഭൂവായി പൊട്ടി വളർന്നു വന്നതല്ല, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. പക്ഷികളുടെ അവസ്ഥ പറഞ്ഞ് ദൃഷ്ടാന്തം പഠിപ്പിച്ചതിന് ശേഷം പക്ഷികളെ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണെന്ന് ബോധ്യപ്പെടുത്തി തന്ന ശേഷം ഇനി അത് നിനക്ക് തെളിവായില്ലെങ്കിൽ മനുഷ്യ, നിന്റെ ശരീരത്തിൽ തന്നെ 3 ശക്തികൾ അല്ലാഹു തന്നിട്ടുണ്ട്. വജഅല ലക്കുമുസ് സമഅ, ശ്രവണ ശക്തി അല്ലാഹു തന്നില്ലേ? വൽ അബ്സാറ, കാഴ്ച ശക്തി അല്ലാഹു തന്നില്ലേ? വൽ അഫ്ഇദ, മനസ്സുകളെയും അല്ലാഹു സൃഷ്ടിച്ചു തന്നില്ലേ? ഈ 3 കൊണ്ടൊന്ന് ചിന്തിച്ചൂടെ? കാണേണ്ടത് കാണണം, കേൾക്കേണ്ടത് കേൾക്കണം, മനസ്സുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കണം. ഇതൊക്കെ തന്നാലും ഖലീലം മാ തഷ്കുറൂൻ. ഖലീലൻ എന്ന് പറഞ്ഞല്ല നിർത്തിയില്ല. ഖലീലൻ വളരെ കുറച്ചേ, അതിന്റെ കൂടെ ഒന്നുകൂടി കുറക്കുകയാണ്. ഖലീലമ്മ, വളരെ വളരെ കുറച്ച് മാത്രമേ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുകയുള്ളൂ. ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ നിർവഹിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ വളരെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുകയുള്ളൂ. മനുഷ്യൻ അവന്റെ കേൾവി ശക്തി കൊണ്ട് ചെയ്യേണ്ട നന്ദിയുണ്ട്, കാഴ്ച ശക്തി കൊണ്ട് ചെയ്യേണ്ട നന്ദിയുണ്ട്. അള്ളാഹു നൽകിയ മനസ്സില്ലേ, ഹൃദയമില്ലേ, ആ ഹൃദയം കൊണ്ട് ചെയ്യേണ്ട നന്ദിയുണ്ട്. ആ നന്ദി ചെയ്യുന്ന ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടില്ല. ഖലീലം മാ തഷ്കുറൂൻ. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുശ്ശറൂൻ. ഭൂമിയിൽ തന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. പറയൂ നബിയേ, ഹുവല്ലദീ ദറഅകും ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചത് മറ്റൊരു ശക്തിയും അല്ല, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വഇലൈഹി തുശ്ശറൂൻ, അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. അതുകൊണ്ട് ഈ തെളിവുകളൊക്കെ നിരത്തിയത് റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാത് തന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കാനാണ്. എന്നിട്ട് ആ ആയത്തുകൾ അനിവാര്യമാക്കി പറയുന്ന വിഷയങ്ങൾ പഠിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച ശക്തി തന്നത് എന്തിനാണ്? പ്രാപഞ്ചിക രഹസ്യങ്ങളിലേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കാനാണ്. ഓരോന്നും കാണുമ്പോൾ ചിന്തിക്കാനാണ് മനസ്സല്ലാഹു തന്നത്. കേൾക്കുന്നതും കാണുന്നതും മനസ്സിരുത്തി ചിന്തിക്കണം. കേൾക്കുന്നതും കാണുന്നതും മനസ്സിരുത്തി ചിന്തിക്കണം. ഓരോന്നിന്റെയും ഡ്യൂട്ടി നിർവഹിക്കണം. ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, കേൾവിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അത്തഅല്ലുമു മിനൽ ഉലമാഇ, പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു പഠിക്കണം. വൽ ഹുകമാഇ, ബുദ്ധിമാന്മാരിൽ നിന്നും ഇൽമു പഠിക്കണം. വൽ ഇസ്ഗാഉ ഇലൽ മൗഇള, ഉപദേശം നന്നായി ശ്രവിക്കണം. നന്നായി ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നന്നായി കേൾക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സ് വേറെ സ്ഥലത്താകരുത്. മനസ്സിരുത്തിയിട്ടൊന്ന് കേൾക്കുമ്പോഴേ അത് കാതിലേ കേറുള്ളൂ. ഉറക്കം തൂങ്ങി കേൾക്കരുത്. മൊബൈലിൽ നല്ല വാല് വെച്ചിട്ട് മുൻകർണക്കീറിന്റെ വരവാ വിഷയം. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചാരി ഇരുന്ന് കാലും കയറ്റി വെച്ചിട്ട് നല്ല ഫാനൊക്കെ ഇട്ട് AC ഒക്കെ ഇട്ട് ആ വാല് അങ്ങനെ കേൾക്കാണ്. എന്തിനാ ഇപ്പൊ വാല് വെച്ചത്? ഒന്ന് ഉറക്കം വരാനാ. കേൾക്കാനല്ല തുറന്നു വെച്ചത്, ഉറക്കം വരാനാ. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. മനസ്സിരുത്തിയിട്ട് കേൾക്കണം. അതിനാണ് അല്ലാഹു തആല കേൾവി തന്നത്.
ശരിക്ക് തുറന്ന കേൾവിയോടുകൂടെ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കാന്ന് പറഞ്ഞാൽ അതാ. ഖുത്ബ ഓതുമ്പോഴും അങ്ങനെയാണ്. 40 ആളെ ഖുത്ബ കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ശബ്ദവും മൂക്കൊക്കെ ഇട്ട് ഖത്തീബ് ഖുത്ബ ഓതുമ്പോ നമ്മൾ തുടക്കത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് ഉസ്താദങ്ങളൊക്കെ പറഞ്ഞോളി, തുടക്കം മുതൽ ലാസ്റ്റ് വരെ നമ്മൾ നിങ്ങളൊന്നും ചെയ്യൂല, സമ്മതം, പൂർണ്ണ സമ്മതം. അങ്ങനെ ആയാൽ ഈ ജുമുഅ പൂർണ്ണമായിട്ട് കിട്ടൂ. 40 ആള് ഖുത്ബ കേൾക്കൽ ഷർത്തല്ലേ? 40 ആളിൽ നിന്ന് 39 ആൾ പറഞ്ഞാലോ? അല്ലാഹു അല്ലാഹ്. 39 ആളും തഖ്വ കൊണ്ടുള്ള വസിയത്ത് കേട്ടില്ല. പിന്നെ അവര് കേട്ടത് എപ്പോഴാന്നറിയോ? റളിയല്ലാഹു അൻഹു എന്ന് കേട്ടപ്പോ എല്ലാവരും കണ്ണുറന്നു. ആമീൻ പറയാൻ നേരായില്ലല്ലോ. അല്ലാഹുമ്മ ർഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പറയാൻ നേരായി. അതിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാവരും കണ്ണുറന്ന് എണീച്ചു. 40 ആള് നേരത്തേക്ക് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നല്ല റാഹത്തോടെ ഉന്മേഷത്തോടെ ഖുത്ബയിലേക്ക് എത്തണം. ഇവിടെ വന്നിരുന്ന് ഉറങ്ങാനല്ല, അത് കണ്ണ് തുറന്ന് കാത് തുറന്ന് വെച്ച് ശരിക്കത് ശ്രവിക്കണം, നല്ലോണം കേൾക്കണം. നമ്മളിൽ മിക്ക ആൾക്കാരും ഉറങ്ങിയിട്ടൊരു 40 ആൾ കേട്ടതില്ലെങ്കിൽ പിന്നെ നമ്മളെ ജുമുഅ അവിടെ കാമിലായി കിട്ടുക. ഖുത്ബ 40 ആളെ കേൾപ്പിക്കൽ ഷർത്തല്ലേ? ആ ഷർത്തില്ലെങ്കിൽ ഖുത്ബ ശരിയാവൂ? അറബി മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളെ ആൾക്കാർക്ക് അതേ വിഷയമുള്ളൂ, അറബിയിൽ ഓതണമെന്നേ ഉള്ളൂ. അറബിയിലല്ലാതെ ഓതൊക്കെ പ്രശ്നമാണ്. ഇതും പ്രശ്നമല്ലേ? ഖുത്ബന്റെ ഷർത്ത് അറബിയിലാകല്ലോ ഷർത്തല്ലേ? അതേപോലെ വേറെ ഷർത്തല്ലേ 40 ആൾ കേൾപ്പിക്കാന്ന്? 40 ആളിൽ 10-25 ആൾ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? കേൾക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാർ ഉറങ്ങിയാൽ മുക്കല്ലഫായ 40 ആൾക്കാരെ കേൾപ്പിക്കണ്ടേ? ഇസ്മാഉ 40 കാമിലീന മിൻ അഹ്ലിൽ ഖുത്ബ അഹ്ലിൽ ജുമുഅ. ജുമുഅക്ക് അർഹരായ കുട്ടികളെ കേട്ടൊരു കാര്യമല്ല, ജുമുഅക്ക് അർഹരായ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള 40 ആളുകളെ കേൾപ്പിക്കൽ ഷർത്താണ്. ആ 40 ആളിൽ നിന്ന് 5 ആൾ ഉറങ്ങിയാൽ 35 ആവുള്ളൂ. 40 ആകുമോ? ആ ഷർത്തും പൂർണ്ണാകണ്ടേ? നല്ലോണം ശ്രവിക്കണം. ഖുത്ബക്ക് വരുന്ന ആൾക്കാരെ ഉറക്കം വരുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം കഴിച്ചു വരരുത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? മലപ്പുറത്തൊക്കെ അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. അങ്ങനെ മലപ്പുറത്ത് ചില ആൾക്കാരൊക്കെ കൂട്ടാൻ പറഞ്ഞാൽ അറിയോ? ഓ വലിയ ഭാഗ്യം. കൂട്ടാൻ കാര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. പിന്നൊന്ന് ഇറച്ചി വരട്ടും. ഇവിടെ വരട്ടുകയെന്നറിയോ? പള്ളിക്കറി മോഡൽ അറിയില്ലേ? അതേപോലെ വേറെ മോഡലാ വരട്ട്. എന്നാ വറുത്തതായിക്കോട്ടെ. നല്ല ചിത്രമൊക്കെ വരച്ചണ മോനല്ലേ, വരക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പൊ സഹോദരങ്ങളെ, അപ്പോ ഈ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വന്ന് ഒന്നിങ്ങനെ ഇരുന്നാല് കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഉറക്കം നോക്കി വരും. അപ്പൊ ഇത് ശ്രദ്ധിക്കാൻ കഴിയൂല. അതുകൊണ്ട് പാകത്തിന്, കൂടുതൽ വിശക്കാതിരിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നല്ല അത്തറൊക്കെ തേച്ച് നല്ലോണം കുളിച്ച് വൃത്തിയായി ഖുത്ബ കേൾക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. അതൊരു ഇബാദത്താണ്. ആ കേൾവി ഒരു ഇബാദത്താണ്, അള്ളാഹുവിനുള്ളൊരു ശുക്രാണ്. നമ്മളിങ്ങനെ കേട്ടുകൊടുക്കുക എന്നുള്ളൊരു ഇബാദത്താണ്. ഒക്കെ മനസ്സിലാകണം എന്നല്ല, മനസ്സിലാകാനല്ലല്ലോ. നിസ്കാരത്തിൽ ഓതുന്ന സബ്ബീസ്മ ഫുള്ള് മനസ്സിലാണ്ടോ? അത് ശരി. ഫാത്തിഹ ഫുള്ള് മനസ്സിലാണ്ടോ? ഓതുന്നൊക്കെ മനസ്സിലാണെന്നാണ്. അതല്ലേ കാര്യമായിട്ട് മനസ്സിലാണ്ട്. കാരണം എത്ര നിസ്കാരമുണ്ട്. വെള്ളിയാഴ്ച നിസ്കരിക്കുന്നു, ഇശാ നിസ്കരിക്കുന്നു, ഒക്കെ മലയാളത്തിലായ എന്ത് സുഖമുണ്ട്, മനസ്സിലാവില്ലേ? മനസ്സിലാകാനല്ല, അതൊരു ഇബാദത്താണ്. ആ നിലക്കത് കേട്ടുകൊടുക്കണം. കേൾവി എന്നുള്ളത് കേൾക്കാന്നുള്ളതും ഖുത്ബ ശരിയാകണമെങ്കിൽ, നിസ്കാരം റെഡിയാകണമെങ്കിൽ അത് വേണം. അതുകൊണ്ട് അതിന്റെ ചിട്ടയിലും പാകത്തിലും വരണം. ഉറക്കിങ്ങനെ നേരത്തെ വരുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ഉറക്കം അവിടെ തീർത്തിട്ട് റാഹത്താക്കി വന്നോളി. എന്നാലും കുഴപ്പമില്ല, ഇവിടെ വന്നിട്ട് ഉറങ്ങരുത്. കുറഞ്ഞ നേരമല്ലേ ഉള്ളൂ. 2 ഖുത്ബകളും കിട്ടി എത്ര സമയം ഉണ്ടാവും? ഒരു 10 മിനിറ്റ് ഇത്ര ഉണ്ടാവുള്ളൂ. ഇത്ര ഉണ്ടാവൂല, അതിന് മുമ്പല്ലേ തീരും അല്ലേ? കുറഞ്ഞ സമയമുള്ളൂ. പക്ഷെ ആ സമയം ക്ഷമിക്കാൻ കഴിയുന്ന വലിയ വലിയ ഒരു വിഷയാണത്. ചിലപ്പോഴൊക്കെ നമ്മൾ മിമ്പർമേൽ ഇങ്ങനെ കൊട്ടല, അല്ല എന്താ ചെയ്യണത്? നമ്മൾക്ക് വേറെ ജുമക്ക് പോയിപ്പോ കൂടെ നല്ലത്. നമ്മൾ ഇവിടുത്തെ ഖത്തീബായും ചെയ്ത് നമുക്ക് ഇവിടെ കാലാകാലം ഇവിടെ ഖുത്ബ വിധിക്കപ്പെട്ടും ചെയ്തു. ഇവരൊക്കെ ഇങ്ങനെ ഉറങ്ങാണെങ്കിൽ ഇങ്ങനെ കൊട്ടില്ല. എന്താണ്? ചിലപ്പോ ആ കൈകളിൽ കുന്നം കൊണ്ടൊരു ഏറേണ്ടി വരും. കണ്ണുറന്ന് കേൾക്കേണ്ടതൊന്ന്. അതുകൊണ്ട് നല്ല കാത് കൂർപ്പിച്ച് കേൾക്കണം. ഇത് അല്ലാഹു തആല ഈ കേൾവി ശക്തി തന്നതൊക്കെ കേൾക്കാനാണ്. കേൾക്കേണ്ട ഉപദേശം ശ്രദ്ധിച്ച് കേൾക്കണം. നസ്ഹിൽ ഉഖലാഇ, ബുദ്ധിമാന്മാരുടെ പഠനങ്ങൾ, അവരുടെ പ്രബന്ധങ്ങൾ, ക്ലാസുകൾ, ഉപദേശങ്ങൾ കേൾക്കണം.
വത്തഖ്ലീദി ലി അഹ്ലിൽ ഹഖ് വസ്സവാബ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, മഹാന്മാര്, ഇമാമുകൾ അവരുടെ അഭിപ്രായങ്ങൾ അനുകരിക്കേണ്ട വിഷയങ്ങൾ നന്നായി കേട്ടുപഠിക്കണം. വറദ്ദി അഖ്വാലി അഹ്ലിൽ ബിദ്അത്തി വൽ ഹവാ, ബിദ്അത്തുകാർക്കുള്ള മറുപടിയും പഠിക്കണം. നമ്മൾ പഠിക്കേണ്ടതാണല്ലേ. നമ്മളെ ചാക്കിലിടുവര് ബിദ്അത്തുകാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എപ്പിസോഡ് പറഞ്ഞു തരുമ്പോ മറുപടി പറയാൻ കഴിയണം. അതിന് പഠിക്കണം. പഠിക്കണമെങ്കിൽ കേൾക്കണം. ഇത് കേൾവിന്റെ ഡ്യൂട്ടിയാണ്. കേൾക്കേണ്ട സംഗതികളൊക്കെ കേട്ടു പഠിക്കണം. ഇനി കണ്ടു പഠിക്കേണ്ട ചില സംഗതികളുണ്ട്. കാഴ്ച അല്ലാഹു തആല തന്നത് ദുരുപയോഗം ചെയ്യാനല്ല. കാഴ്ച കൊണ്ട് എന്തൊക്കെ ശുക്ര ചെയ്യേണ്ടത്? അന്നളുറു ഇലൽ മസാഹിഫ്, മുസ്ഹഫുകളിലേക്ക് നോക്കണം, നോക്കി ഓതണം. എന്തിലേക്കാ നോക്കണ്ടേ? മുസ്ഹഫിലേക്ക്. എന്തിലേക്ക്? മുസ്ഹഫിലേക്ക്. മൊബൈലിലേക്കല്ലോ. അല്ല, മുസ്ഹഫ്. ഇത് മുസ്ഹഫ അല്ല. ഇത് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? എന്തേ മനസ്സിലാണ്ടോ? വെള്ളിയാഴ്ച വന്നിട്ടേ ഇങ്ങനെ തോണ്ടരുത്. അവിടെ ഉണ്ട് മുസാഫ് ഇരിക്കുന്ന അൽക്കഫിന്റെ ഇടത് തുറന്നു ഓതണം. മനസ്സിലായോ? പള്ളിക്കൽ വന്നിട്ടാണ് കുറെ അങ്ങനെ തോന്നുന്നത്. അങ്ങനെ തോണ്ടിയിട്ടാണ് നമ്മളെ നാട്ടിലെ ആൾക്കാർ, വീടുകളിലുള്ള ഉമ്മമാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കും. വീടുകളിലൊക്കെ ഇപ്പൊ മുസാഫ് ആവശ്യമില്ല എന്ന് കരുതിയിട്ട് കുറെ ആൾക്കാർ മുസാഫൊക്കെ കെട്ടുകെട്ടാക്കിയിട്ട് ആക്രിക്കടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സഹോദര, വീട്ടിലിരിക്കുന്ന കുട്ടികള്, വലിയ വലിയ ആൾക്കാർ മുമ്പ് പഠിച്ചു പോയ 1 ജുസ് 2 ജുസൊക്കെ മുസാഫ് വീട്ടിലുണ്ടോ? നല്ലോണം പെയിന്റ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കണം. ഐഡന്റിറ്റി കാർഡ് മാത്രം ലാമിനേഷൻ ചെയ്താൽ പോരാ. അള്ളാഹുവിന്റെ ഖുർആൻ 1 ജുസ് ആണെങ്കിലും 2 ജുസ് ആണെങ്കിലും ഇന്നത് ഓതാൻ ആവശ്യമില്ല എന്ന് കരുതിയിട്ട് ആക്രിക്കടയെ കൊണ്ടുപോയി കൊടുക്കരുത്. കാഫിറായി ചത്തുപോകും. ശുദ്ധിയില്ലാത്ത ആൾക്കാർ അത് എടുത്ത് കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? ഒരു സുഹൃത്തിനോട് സങ്കടം പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഉസ്താദേ, കഴിഞ്ഞ ദിവസം എനിക്ക് ടൗണിൽ നിന്ന് പടക്കം വാങ്ങുന്ന ഒരാൾ പടക്കം വാങ്ങിയിട്ട് കാണിച്ചു തന്നു. ആ പടക്കം പൊതിഞ്ഞിരിക്കുന്ന ഖുർആനിന്റെ ഒരു പേജ് കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് കൊണ്ട് പടക്കം പൊതിഞ്ഞിരിക്കുക. നമ്മളെ ആൾക്കാർക്കുള്ള വിശ്വാസവും അമലും ഒക്കെ തകർന്നിട്ട്, മൊബൈലിൽ കൈയിട്ട് തപ്പിയിട്ട് ഒക്കെ അതിൽ മദീന്ന് കരുതിയിട്ട് വീട്ടിലിരിക്കുന്ന മുസാഫ് മുഴുവനും കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നത്, ആക്രിക്കടയിൽ കൊടുക്കുന്നത് വലിയ തെറ്റാണ്. ആ മുസാഫിനോട് ചെയ്യുന്ന അപരാധമാണ്. ഈമാനിൽ നിന്ന് കുഫറിലേക്ക് പോകാൻ എളുപ്പ വഴിയാണത്. ചട്ടയില്ലാത്ത മുസാഫിന് ചട്ട വെച്ചു കൊടുക്കണം. നമ്മളെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതൊക്കെ എത്ര ലാമിനേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നു. ഓ, പാസ്പോർട്ടിന് കവറിന്റെ മേലെ കവറ്, ഇനി ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാലോ എന്ന് നനയില്ല. അത്രയും ഭദ്ര. ആധാർ കാർഡും മറ്റൊക്കെ എത്ര കവറാ വെച്ചിരിക്കുന്നതിന് കണക്കില്ല. സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ കവർ വെച്ചത് കണ്ടാല് മണ്ണിലിട്ടാൽ പോലും, മഷറിലേക്ക് വന്നാൽ പോലും ആ കവർ ബാക്കി ഉണ്ടാവും ദ്രവിക്കാതെ. പക്ഷേ നിന്റെ വീട്ടിലെ ഖുർആൻ അത് ഭംഗിയായി സൂക്ഷിക്കാൻ കഴിയുന്നത് ഈമാനാണ്. എന്റെ ശബ്ദം ക്ഷവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, 1 ജുസ് 1 ഖുർആനിൽ നിന്ന് പറഞ്ഞു പോയി എന്ന് കരുതിക്കോളൂ. അത് കൊണ്ടുപോയി വിൽക്കാൻ പാടില്ല. പുറത്തെവിടെയും കൊണ്ടുപോയി കത്തിക്കാൻ പാടില്ല. വേസ്റ്റ് എടുക്കുന്ന ആളുകൾ, പഴയ വസ്തുക്കൾ എടുക്കുന്ന ആളുകൾ വരുമ്പോ കൊടുക്കാവതല്ല. അള്ളാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആൻ ശുദ്ധിയില്ലാത്തവരെ കയ്യിലേക്ക് അത് കൊടുക്കാൻ പറ്റുമോ? അവർക്കത് തൊടാൻ പറ്റുമോ? ഹൈലുള്ള ഉമ്മമാരെ, നിങ്ങൾക്ക് തന്നെ ഖുർആൻ തൊടാൻ പറ്റൂലല്ലോ. നിഫാസുകാരികൾക്കത് തൊടാൻ പറ്റൂലല്ലോ, ഓതാൻ പറ്റൂലല്ലോ. എത്ര ബഹുമാനമാണ് അള്ളാഹുവിന്റെ കലാമിന്. അത് പുറത്തു കൊണ്ടുപോയി വിൽക്കാനോ? പാഴ്വസ്തുക്കളുടെ കൂട്ടത്തിൽ കൊടുക്കേണ്ടതാണോ ഖുർആൻ? നിങ്ങൾ ഹറമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള മുസാഫ് വീട്ടിലുണ്ടെങ്കിലും പഴയത് ഒഴിവാക്കരുത്. ചട്ട വെച്ച് പെയിന്റ് ചെയ്തുകൊണ്ട് ഭംഗിയോടെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ കലാം ഒന്ന് വൃത്തിയോടെ സൂക്ഷിച്ചു എന്നൊരു പരിഗണന കൊണ്ടെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെട്ടാലോ? അതേ സമയത്തൊരു ഖുർആൻ കരിക്കണമെങ്കിൽ ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ അത്രയും പഴക്കം കൊണ്ടത് പൊടിപൊടിഞ്ഞ് വീഴുന്നുണ്ട്. ഉപയോഗിക്കാൻ ഇത് പറ്റൂല. ഓരോ പേജ് മറിക്കുമ്പോഴും പൊടിപൊടിയായി വീഴുകയാണ്. അത്രയും പഴക്കമുണ്ട് ആ പേജിന്. എന്നാൽ അതൊന്ന് കരിക്കാം. കരിച്ച് തന്നെ പൊടിയാക്കി
മനസ്സിലാക്കിയിട്ട് നേർക്ക് നേരെ ഭക്ഷിക്കാൻ പറ്റൂല. അതിന്റെ ബഹുമാനമാണ്. ഒരു ഹർഫ് അങ്ങനെ തന്നെ നജസിലേക്ക് പോകാൻ പാടില്ല. ഒന്ന് പൊടിക്കണം, പൊടിച്ചിട്ട് ഭക്ഷിക്കാം, വെള്ളത്തിലിട്ട് കുടിക്കാം, ശുദ്ധവെള്ളം ഒഴുകുന്നിടത്ത് ഒഴുക്കി വിടാം. ജനങ്ങൾ നടക്കുന്നിടത്ത് ചവിട്ടി വിടാൻ പറ്റൂല. വീട്ടിലുള്ള പഴയ മുസഫൊക്കെ എടുത്ത് നാളെ കത്തിക്കാനല്ല പറഞ്ഞത്, കാത് കൂർപ്പിച്ച് കേൾക്കണം. ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ, പേജായിട്ടുള്ള മുസഫ് ഒരു പേജ് ഇങ്ങനെ മറിക്കുമ്പോ ആ മറിക്കുന്ന പേജ് പൊട്ടി ഒടിഞ്ഞു വീഴുകയാണ്. അത്രയും പഴക്കൊണ്ട് അതിന്. ഒരേള മുസഫൊക്കെ അങ്ങനെ ഒടിഞ്ഞു വീണ്ട ഇല്ല. ഒരേള മുസഫിന് പേജ് കുറെ കുറഞ്ഞിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ഓതാൻ പോയിട്ട് ആ കുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കുട്ടി കച്ചറ ഓടിയിട്ടൊക്കെ പറിച്ചതാ. പറിക്കാൻ പാടില്ല കേട്ടോ. ഒരൊറ്റ ഖുർആന്റെ പേജും പറിക്കരുത്. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ജുസിന്റെ മുസാഫില്ലേ, 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് മുസാഫില്ലേ, അത് ഭംഗിയായി സൂക്ഷിക്കണം. അപ്പോഴേ നിങ്ങളെ ഇൽമു വർദ്ധിക്കുള്ളൂ. അതിന്റെ ചട്ട പോലും പോകരുത്, ചട്ട പോലും നൂല് പോലും പറഞ്ഞു പോകരുത്. അത്രയും വൃത്തിയായി സൂക്ഷിക്കണം. ആ ഖുർആൻ ഒരിക്കലും ഊരക്കെട്ടിന്റെ തായോട്ട് പിടിക്കരുത്, മേലോട്ട് പൊക്കി പിടിക്കണം. ഇതാ അങ്ങനെയാണ് ഖുർആനൊക്കെ ഉള്ള പുസ്തകങ്ങൾ കൊണ്ടുകൊണ്ട് ഇങ്ങനെയാണ്. നിങ്ങളെ കൈ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കുഴഞ്ഞോ, എന്നാൽ ഒരു കുഴമ്പിട്ട് തേച്ചാൽ മതി, അത് വേദന മാറാം, എന്നാലും കുഴപ്പമില്ല. അള്ളാന്റെ ഖുർആൻ അങ്ങനെ പിടിച്ചു പോയിട്ട് ഒരു കയ്യും കുഴയൂല. അതിന് മാത്രമുള്ള ചാക്കൊന്നല്ല ലേറ്റി പോകുന്നത്. നിങ്ങളെ ബാക്കിൽ മൂട്ടിലും വെച്ച് കൊണ്ടാളല്ല ഖുർആന്, മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ടാണ്. കുറെ ബാഗ് ഉണ്ട്, ആ ബാഗാണ് മൂട്ടില്. എന്നിട്ട് അതിലാണ് ഖുർആനും അഖ്ലാഖും തജ്വീദും തസ്കിയയും ഒക്കെ ബാക്കിലാ. ഇത്ര വൃത്തികേട് എന്താ ഉള്ളത്? ദീനിയായ ഇൽമു പഠിക്കുന്ന ഒന്നും പിറകു വശത്ത് ഒരു ബാഗിലാക്കിയിട്ട് നമ്മുടെ ബാക്ക് വശത്ത് ഇങ്ങനെ കൊണ്ടുപോണ്ട ഒന്നല്ല. അത് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്തി പിടിക്കണം ബഹുമാനത്തോടുകൂടെ. ഈ തരം ബാഗുകളൊക്കെ വന്ന് വലിയ മര്യാദക്കേടാണ്, ബഹുമാനക്കേടാണ്. നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും അങ്ങനല്ല, ഒരു കവറിലാക്കി ഇങ്ങനെ ചുറ്റി പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ്. അന്ന് ഭയങ്കര ബഹുമാനമായിരുന്നു അതിന്, അതിനനുസരിച്ചുള്ള ഈമാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ബാഗിന് തൂക്കാണ്, മുസാഫ് ഒക്കെ ദാ പിൻഭാഗത്ത്. നഊദു ബില്ലാഹ്, ഇത്ര വലിയ ബഹുമാനക്കേട് എന്താ ഉള്ളത്? മുൻഭാഗത്താണെങ്കിൽ ഇവന്റെ കാലും തട്ടിയിട്ടാണ് ആ മുസാഫ് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ടും ഇങ്ങോട്ടും ആണത്. ഇവൻ നടക്കുന്നതിനനുസരിച്ച് ബാഗ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുക. അങ്ങനെ തട്ടിപ്പിടിക്കാനുള്ള അല്ലത് ഖുർആൻ. ഒരു ഉമിനീര്, ഒരു അല്പം പോലും ഉമിനീര് തെറിക്കാതെ ഓതേണ്ട ഒരു കലാമാണ് ഖുർആൻ. ഓതുന്നതിന്റെ ഇടയിൽ ഒരു കലാമ്, അന്യ കലാമ് സംസാരിക്കാൻ പാടില്ല. ഇത്ര ആദരവുള്ളൊരു സംഗതി എന്താ ഉള്ളത്? അതുകൊണ്ട് മുസാഫിലേക്ക് നോക്കി ഓതണം. മൊബൈലിലേക്ക് നോക്കിയാൽ മുസാഫിൽ നോക്കിയ കൂലിയാകൂല. മൊബൈല് സഹോദരങ്ങളെ അത് സർവ്വഗുലാബിയാണ്, സർവ്വഗുലാബിയാണ്. പലതുകൊണ്ട് മൊബൈലില്. അതിൽ തന്നെ പത്രമുണ്ട്, വാർത്തകളുണ്ട്, മെസ്സേജുകളുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, പലതുകൊണ്ട്, മാസികണ്ട്, വാരികണ്ട്, ഒക്കെ ഉണ്ട്. സമ്മേളനത്തിന്റെ പോസ്റ്റർ ഒക്കെ ഉണ്ട് അതില്, നമ്മളെ പരിപാടിന്റെ പോസ്റ്റർ ഉണ്ട് അതില്, എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽ മുസാഫുണ്ട്, ബദറുബൈത്തുണ്ട്, പലതുണ്ട്. അത്യാവശ്യ സംഗതികൾക്കത് ഉപയോഗിക്കാം. യാത്രയിൽ മുസാഫ് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഓതണമോ അതിനൊരു സഹായമാണ്. മരിച്ചയിടത്ത് ഖുർആൻ ഓരോരുത്തരുടെ കയ്യിലും കിട്ടാനില്ല, തെറ്റില്ലാതെ യാസീൻ ഓതാൻ ഒരു സഹായമാണ്. അതേ സമയത്ത് മുസാഫ് ഉള്ളയിടത്ത് മുസാഫ് തന്നെ നോക്കി ഓതണം. പള്ളിയിൽ വന്നിട്ട് ഇത് മറിച്ചേണ്ട ഒരു ദുരുപയോഗം, ഒരു ദുരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകരുത്, ഒരു വാപ്പാർക്കും ഉണ്ടാകരുത്, ഒരു ചെറുപ്പക്കാരനുണ്ടാകരുത്. അവിടെയുള്ള മുസാഫുകളൊക്കെ ഓതാൻ വേണ്ടി വെച്ചതാ, അതെന്നെ തുറന്നു ഓതണം. നല്ല ഭംഗിയുള്ള റൈഹാലിരിക്കുന്ന കണ്ടില്ലേ, അതിലൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഓതണം. അതിനാണ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്, ആ ബഹുമാനത്തോടുകൂടെ ഓതാൻ. നമ്മളെ മടിയിൽ വെച്ച് തന്നെ ഓതാ. പക്ഷെ റൈഹാലിൽ വെച്ച് ഓതുമ്പോ, നമ്മളെ മടിയിൽ വെച്ച് ഓതുമ്പോ അഥവാലെ ഉളു മുറിഞ്ഞാൽ പിന്നെ ഇതൊന്ന് എടുത്തു വെക്കണ്ടേ? അതിന്റെ ആ ഒരു അനാദരവ് വരണ്ടാന്ന് എഴുതിയിട്ടാണ് റൈഹാലിൽ വെച്ച് ഓതുന്നത്. എന്നാ പിന്നെ അത് അവിടെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് പോയി ഉളു എടുത്ത് വരാലോ. ഉളു ഇല്ലാതെ അതിനെ തൊടേണ്ട ഒരു സാഹചര്യം വരൂലല്ലോ. അതിനാണ് അത് ആ തട്ട് തന്നിരിക്കുന്നത്.